ബുട്ടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ. കേളകം മഞ്ഞളാമ്പറാണ് സ്ഥലം. സെക്കൻഡ് ആയിട്ടുള്ള ഡാമേജ് ഇഷ്യൂസ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് വലിയ ഡാമേജ് ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ കൂടി ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, അതൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമാണ് കേട്ടോ. അതിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി, ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നതാണ് ഓരോ കാര്യങ്ങൾ. അതിൽ കേട്ട് അതിൻ്റെ റേറ്റ് എന്താണെന്ന് നോക്കി ഇഷ്ടമാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. കൈ കിട്ടിയതിന് ശേഷം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയരുത്. കാരണം വെച്ചാൽ ഇത് പറയുന്നതാണ്, എന്താണ് ഇഷ്യൂ എന്നും പറയുന്നതാണ്. പിന്നെ അതിൽ ഓക്കെ ആണ്, സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞങ്ങളെ ലാഗ് ഏൽപ്പിക്കുന്നില്ല. അപ്പം ഈ കഴിഞ്ഞ കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇവരുടെ ഗൗൺ കാണിച്ചിരുന്നു. നല്ലൊരു ഗൗൺ കൂടിയാണ്, പാർട്ടി വെയർ ഗൗൺ കൂടിയാണ്. നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വരുന്നത്. നല്ലൊരു 50 ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. ഹെവി പാർട്ടി വെയർ ആണ്, നല്ലൊരു ഗൗണാണ്. പിന്നെ കൂടാണ്ട് ബാക്ക് നോട്ടും ഉണ്ട് ഫുൾ, അതായത് വിത്തൗട്ട് ഷിഫോണാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ വിഷയം സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഞാൻ ചില കസ്റ്റമേഴ്സിനെ അത് പറയാറുണ്ട്. ഓക്കെ ആണെങ്കിൽ മാത്രമേ ചില കസ്റ്റമർ എടുക്കാറുള്ളൂ, അല്ലാത്ത പക്ഷം ഞാനത് സൈഡ് മാറ്റി വെക്കാറാണ്. എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, ആരെ ഫോഴ്സ് ചെയ്യിക്കുന്നില്ല. പിന്നെ ആർക്കെങ്കിലും ഇഷ്ടമായാൽ, അതായത് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നും വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട എന്നും, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് എന്നും, ഹോൾഡ് ആണെങ്കിൽ ഹോൾഡ് എന്നും, അല്ലെങ്കിൽ 5 മിനിറ്റ് ശേഷം പറയാമെന്നാണെങ്കിൽ അത് മറന്നു പോകരുത്, അത് കറക്റ്റ് പാലിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാനത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാനത് വെയിറ്റ് ചെയ്യണം. വേറെ കസ്റ്റമർ വരുമ്പോൾ പിന്നെ ഞാനത് ചോദിക്കണം. പിന്നെ അത് കഴിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അയ്യോ എന്താ മാം കൊടുത്തത്, ഞാനത് പറയാൻ വേണ്ടി വരുമായിരുന്നു, ഒന്നും ആരും പറയരുത്. കാരണം അതിൽ വെച്ചാൽ എൻ്റെ കടമ ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച്, അപ്പോൾ റിപ്ലൈ അതിനനുസരിച്ച് റിപ്ലൈ വരാം. കാരണം തിരക്കാണെങ്കിൽ കൂടി ആ തിരക്കാണ്, എനിക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്നൊരു എന്താ പറയുക, ഒരു റിപ്ലൈ എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം വെച്ചാൽ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും വേണമെങ്കിൽ, ആരെയും ഫോഴ്സ് ചെയ്യില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ വേണമെന്ന്, വേണ്ടെന്നും, അല്ലെ ഹോൾഡ് ചെയ്യാമോ 9 ശരിക്കും റേറ്റ്. അപ്പം ഇങ്ങനെ ഒരു ത്രെഡ് ഇഷ്യൂ പോയതുകൊണ്ട് പിന്നെ ഫ്രണ്ടിൽ നല്ല അത്യാവശ്യം 1-2 പോർഷനിൽ ബീഡ്സും പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഷ്യൂ കൂടിയുണ്ട്. പിന്നെ കൂടാണ്ട് ഇതെന്ന് പറയുമ്പം വാഷ് ചെയ്താൽ പോകും. ഒരു വൈറ്റ് അവർ മെഷർമെൻറ്റ് ചെയ്തതിലായിരിക്കാം മേ ബി, ചിലപ്പോൾ വാഷ് ചെയ്താൽ പോകും. ത്രെഡ് പൊന്തിയിട്ടുണ്ട്, ബീഡ്സ് പോയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു വൈറ്റ് അപ്പിയറും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മീഡിയം സൈസിൽ 38, അതിന് മീഡിയം സൈസിൽ കാണുന്നത് കേട്ടോ. നല്ലൊരു പാർട്ടി വേണം, മിസ്സാക്കണ്ട. 50 ആണ് സൈസ്, 50 ആണ് ലെങ്ത്ത് വരുന്നത്, 38 ആണ് സൈസ്, മീഡിയം ആണ്. അതിൻ്റെ 899 ആണ്. അതിൻ്റെ ഇപ്പം ഞാൻ തരുന്നത് 740 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. എന്താണ് ഡാമേജ്, എന്താണ് ഇഷ്യൂസ് എന്നും എന്താണ് എന്നുള്ള എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ സൈസ് തന്നെയാണ്. നല്ലൊരു ഗൗൺ, ഗ്രേപ്പ് കളറാണ്. ഇതിൻ്റെ മീഡിയം ആണ്. ഇതിൻ്റെ 899 തന്നെയാണ്. ഷിഫോണാണ്, ഹെവി വർക്കാണ്, 50 ലെങ്ത്ത് ഉണ്ട്. ഒരു വൈറ്റ് ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് നല്ലൊരു ത്രെഡും പൊന്തിയിട്ടുണ്ട്, ഏറ്റവും താഴെ ത്രെഡും പൊന്തിയിട്ടുണ്ട്. പിന്നെ ചില ഏരിയകളിൽ ഞാൻ എല്ലാം സൂം ചെയ്തപ്പോൾ എനിക്കെല്ലാം കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇതിൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേഞ്ചിന് തരുന്നത്. 740 ആണ്, 899 ആണ്, 740 ആണ്. പിന്നെ വേറെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒന്ന് ത്രെഡ് പോയിട്ടുള്ളതും പിന്നെ ഒരു ലൈൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഇഷ്യൂ വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ക്ലിയർ ആണ്. അപ്പം ഗ്രേപ്പ് ബോണാണ്, ഗൗണാണ്, 50 ആണ് ലെങ്ത്ത് വരുന്നത്. നല്ല പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയാണ്. മീഡിയം ആണ് സൈസ്, 740. എല്ലാം ഗ്രേപ്പ് കളർ മാത്രമാണ് കേട്ടോ. ഗ്രേപ്പിന് നല്ലൊരു പാർട്ടി വെയർ ആണ്, മീഡിയം ആണ്, ലാസ്റ്റ് പീസാണ് ഇത്, ഏറ്റവും ലാസ്റ്റ് പീസാണ്, മീഡിയം ആണ് സൈസ് വരുന്നത്. ഇതിൻ്റെ എന്ന് പറയുമ്പം ഒരു വൈറ്റ് ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഏരിയയിൽ വൈറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലാകുമ്പോൾ കളർ തിരിയോ എനിക്ക് അറിഞ്ഞൂടാ, ഒരു വൈറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് പിന്നെ ഈ ഓരോ ഏരിയയിൽ, അതായത് ഈ ഒരു പ്ലീറ്റ് എടുത്ത് ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ ഒരു കുത്തായിട്ട് എന്താ പറയുക, നമ്മൾ ടെല്ലർ ഇതിൽ ഒരു സൂചിൻ്റെ നീഡിൽ പോലെ ഇങ്ങനെ കുത്തിറങ്ങിയ പോലെയാണ് കേട്ടോ. മീഡിയം ആണ് സൈസ് വരുന്നത്. നല്ലൊരു പാർട്ടി വെയർ ടൈപ്പാണ്, പ്ലീറ്റഡ് ആണ്. പിന്നെ നല്ല 46+ ലെങ്ത്ത് ആണ്. നല്ലൊരു ഗ്രേപ്പ് കളറാണ്. ബാക്ക് നോട്ടും ഉണ്ട്, ഫുൾ പ്ലീറ്റഡ് ആണ്. അപ്പം ഇതിൻ്റെ ശരിക്കും റേറ്റ് 699 ആണ്. 550 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഗാൻസിൻ്റെ പഫ് ഹാൻഡ് എക്സൽ സൈസാണ്, പഫ് ഹാൻഡ് ആണ്. നല്ലൊരു ട്രാൻസ്പെറൻറ്റ് നെക്കാണ്, ഓർഗൻസിൽ വരുന്ന നല്ലൊരു ട്രാൻസ്പെറൻറ്റ് നെക്കാണ്. ലൈൻ ആണ്, ഫുൾ ലൈനിങ് ആണ്, സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ്, പഫ് ഹാൻഡ് ആണ് കേട്ടോ. എക്സൽ സൈസാണ്, 46+ ലെങ്ത്തിൻ്റെ ബാക്ക് നോട്ടാണ്, ബോൾസ് ആണ്. ഇതിൻ്റെ എന്താ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് പൂടെ പൊന്തിയിട്ടുമുണ്ട്. കൂടാണ്ട് ഒരു ലൈനും വന്നിട്ടുണ്ട്. വേറെ ഇങ്ങനെ ഇഷ്യൂസ് ഇല്ല. പിന്നെ
ഈ ഒരു ഏരിയകളിൽ, ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നീഡിലിൻ്റെ ഒരു കുത്തുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 560 ആണ്. അപ്പം ലാസ്റ്റ് തരുന്നത് 480 ആണ്. എനിക്കറിയാം സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമറിന് നന്നായിട്ട് അറിയാം അങ്ങനെ ഡാമേജ് ഇഷ്യൂസുകൾ വരുമ്പം അത്രയ്ക്കും ഞാൻ മാക്സിമം എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടാണ്. സൈഡ് സ്ലിറ്റാണ്, ലാർജ് ആണ് സൈസ് വരുന്നത്. ഇതിൻ്റെ ബീഡ്സ് 1-2 ബീഡ്സുകൾ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കത് അത്രയ്ക്ക് സൂം ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ 1-2 സ്ഥലത്ത് ബീഡ്സ് പോയിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് നല്ലൊരു ത്രെഡ് ഇങ്ങനെ കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സൈഡ് സ്ലിറ്റാണ്, ബോഡി ഫുൾ സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് ആണ്. 640 ആണ് ശരിക്കുള്ള റേറ്റ്. അപ്പം 560 ആണ് ഫൈനൽ, അതേ വിത്ത് ഫ്രീ ഷിപ്പിംഗ്. എന്ന് പറയുമ്പോൾ ഏറ്റവും ബേക്കിൽ, അതായത് ഞാൻ ഓരോന്ന് സൂം ചെയ്ത് നോക്കണം, ഏറ്റവും ബേക്കിൽ ത്രെഡ് വിട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഇഷ്യൂ ഇല്ല, ബീഡ്സും പിന്നെ ബേക്കിൽ ത്രെഡും വിട്ടൊരു ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ത്രെഡ് ഇപ്പം ഇങ്ങനെ ഈ ഒരു ത്രെഡ് ഏരിയ വിട്ടിട്ടുണ്ട്. പിന്നെ ഫുൾ ബീഡ്സും പോയിട്ടുണ്ട്. ബീഡ്സ് എന്ന് പറയുമ്പോൾ ചില ബീഡ്സുകൾ പോയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പേഴ്സൺ ബീഡ്സും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ്. ലാർജ് ആണ് സൈസ്, ഡാർക്ക് ഗ്രീൻ ആണ്, സൈഡ് സ്ലിറ്റ് ആണ്, ജോർജറ്റ് ആണ്, സ്ലീവ് ഉൾപ്പെടെ ബോഡി. ലാസ്റ്റ് ഒരേ ഒരു ടോപ്പാണ് കേട്ടോ. ഇതിന് വിചിത്രയാണ് ഫാബ്രിക് വരുന്നത്. നല്ല ഹെവി പാർട്ടി വെയർ ആണ്. 999 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. അപ്പം ഇതിൻ്റെ വേറെ അവിടെ എവിടെ, അതായത് അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തുണി പിഞ്ചോ ഡാമേജോ അങ്ങനത്തെ ഒന്നല്ല. ജസ്റ്റ് ഒരു ലൈൻ പാസ് ഒരു ചില ഏരിയയിൽ ഒരു ലൈൻ പാസ് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ലൈൻ പാസ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ്. സൈഡ് സ്ലിറ്റ് ആണ്. ലൈനിങ് ബോഡി ഫുൾ ലൈനിങ് 46+ ലെങ്ത്ത്. സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്. അത് 3 പീസ് സെറ്റാണ്. നല്ലൊരു ബോട്ടം, മീഡിയം ആണ് സൈസ്. നല്ലൊരു ബോട്ടം, സ്ലീവ് ഉൾപ്പെടെ ഫുൾ ലൈനിങ്. നല്ലൊരു ദുപ്പട്ട 2.25. ദുപ്പട്ടയ്ക്കൊന്നും ഇഷ്യൂസ് ഇല്ല. ടോപ്പിന് ആ ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബോട്ടത്തിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ടോപ്പിൻ്റെ ആവുന്ന ആ ഒരു ലൈൻ പാസ് ഇഷ്യൂവും പിന്നെ അവിടെ ഇവിടെയായിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഡാമേജ് ഇങ്ങനെ പിഞ്ചൊന്നുമല്ല. ഒരു ലൈൻ പാസും ജസ്റ്റ് ഒന്ന് കട്ട പിടിച്ച അവിടെ എവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ചില്ല. നമുക്ക് അത്രയ്ക്ക് സൂം ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. 999 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എൻ്റെ 3 പീസ് സെറ്റ് വരുന്നത്. അപ്പോൾ ഫൈനൽ വരുമ്പം 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. മീഡിയം ആണ് സൈസ്, മീഡിയം ആണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുക. കാരണം വെച്ചാൽ വേറെ ഒരു സൈസും ചോദിക്കരുത്, എല്ലാം സോൾഡ് ഔട്ട് ആണ്. മീഡിയം ലാസ്റ്റ് പീസേ ഉള്ളൂ. ഡാർക്ക് ഓണിയൻ പിങ്ക്, നല്ല പാർട്ടി വെയർ. XXL സൈസ്, പക്ഷേ XXL ഇല്ല, 44 ഇല്ല, ഒരു 43 അല്ലേ ഉള്ളൂ അതിൻ്റെ ഇത്. പിന്നെ അവിടെ ഇവിടേക്ക് ആയിട്ട് ത്രെഡ് പൊന്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ബേക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ത്രെഡ് അതായത് നൂലൊന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ XXL ആണ്. അതിൻ്റെ 42 40 XL-കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഫൈനൽ റേറ്റ് എന്ന് പറയുമ്പോൾ 550 ആണ്. 4XL ആണ് കേട്ടോ. 48 4XL ആണ്. ഇത് റോമൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. സൈഡ് സ്ലിറ്റ് ഫുൾ ലൈനിങ്, ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. ജസ്റ്റ് ഇതാ ഒരു ത്രെഡ് പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതായത് ഒരു അടിപ്പ് എക്സ്ട്രാ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഡാമേജ് ഇഷ്യൂസ് എന്ന് പറയുമ്പം പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് ഡോട്ട് ത്രെഡ് പൊന്തിയിട്ടുണ്ട്. 4XL ആണ് കേട്ടോ സൈസ് വരുന്നത്. 670 ആണ് ആക്ച്വൽ റേറ്റ്. 550 ആണ് തരുന്നത് കേട്ടോ. 550 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒരു ജസ്റ്റ് ഒരു ഇങ്ക്, നമുക്കത് ഒരു ബ്ലൂ കളർ ഒരു ഡോട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇഷ്യൂ വരിക 4XL സൈസിൽ. നല്ല 550 ആണ്. നെക്സ്റ്റ് വരുന്ന ഐറ്റംസ് മീഡിയം സൈസിൽ ട്രാൻസ്പെറൻറ്റ് നെക്ക്, പഫ് ആൻഡ് ബോഡി ഫുൾ ലൈനിങ്, ജോർജറ്റ് പ്രിൻ്റാണ്. നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ്. ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് നെക്ക്, ബേക്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ്. പിന്നെ മീഡിയം ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ളൂ. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ലൈൻ, ഈ ബ്ലൂ ലൈൻ തിരിയത്തില്ല. ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അത്രയ്ക്ക് സൂം ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ 1-2 ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് പോയിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 680 ആണ്. ഫൈനൽ 560 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ തപ്പാൻ നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വ്യക്തമായിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് കൊണ്ടാണ്. അപ്പം ഇതൊക്കെ ചിലപ്പോൾ വീനെക്കാണ്. നല്ലൊരു ഗ്രീൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ ഷിഫോൺ ഫാബ്രിക്. നല്ല ലെങ്ത് ഉണ്ട്, നല്ലൊരു പ്രിൻറ്റും കൂടിയാണ്. പിന്നെ
ബേക്കിലും ഫ്രണ്ടിലും, അതായത് വി നെക്കിൽ നല്ല ഹെവി വർക്ക് വരുന്നതാണ്. ഇതിലേറ്റവും ഇതെന്ന് പറയുമ്പം ഏതോ ഒരു ഇഷ്യൂവിൽ ഒരു ലൈൻ പോയിട്ടുണ്ട്, ഒരു വൈറ്റ് ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വൈറ്റ് ലൈൻ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതൊക്കെ സൂം ചെയ്ത് അയച്ചു തരുന്നത് 560 ആണ്, 480 ആട്ടോ. XXL ആണ് സൈസ് വരുന്നത്. XXL സൈസ് 560 ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഗ്രേപ്പ് എന്ന് പറയുമ്പോൾ വൈൻ ആൻഡ് ഗ്രേപ്പ് കോമ്പിനേഷൻ. XXL സൈസാണ്. നല്ലൊരു ഷിഫോൺ ഫാബ്രിക്. പിന്നെ ഇതിൽ ത്രെഡ് പൊന്തി എന്ന് ആണ് കേട്ടോ. ഇവിടെ ഫുള്ളും ത്രെഡ് പൊന്തി എന്നുള്ളൊരു ഇഷ്യൂ ആണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ ബീഡ്സ് പോയിട്ടുണ്ട്. പിന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എവിടെയൊക്കെ ത്രെഡ് പൊന്തിയിട്ടുണ്ട്. കാരണം നമുക്ക് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചില കസ്റ്റമർ ഉണ്ടാവുള്ളൂ സൂം ചെയ്തെല്ലാം നോക്കുന്നത്. അങ്ങനെ ഒരു ഇതിൽ സൂം ചെയ്ത് നോക്കിയ ഇഷ്യൂസുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പം XXL സൈസാണ്, 650 ആണ്, 560 ഫ്രീ ഷിപ്പ്. ഇതിൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് ലാർജ് സൈസ് നല്ലൊരു ബ്ലാക്ക് ഹെവി വർക്കാണ്. ഇതിൽ ഒരു സാക്കിൽ ത്രെഡ് പോയിട്ടുണ്ട്, ബീഡ്സ് പോയിട്ടുണ്ട് ഒരു ട്രാക്കിൽ. കാരണം നല്ലൊരു പാർട്ടി വെയർ ആണ്. പിന്നെ അവിടെ ഇവിടെ ത്രെഡ് പൊന്തിയിട്ടുണ്ട്. ത്രെഡ് ഒരു ബ്ലാക്ക് ലൈൻ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. 3 പീസ് സെറ്റാണിത്. 3 പീസ് സെറ്റാണ്. റേറ്റ് വരുമ്പോൾ 945 ആണ് റേറ്റ് വരുന്നത്. പിന്നെ വേറെ ദുപ്പട്ടയ്ക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നോക്കിക്കോളൂ, ഡാമേജ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല ദുപ്പട്ട ക്ലിയർ ആണ്. പിന്നെ അതിൻ്റെ ബോട്ടവും 2.25 ഉണ്ട്. ബോട്ടവും ക്ലിയർ ആണ്. ഫുൾ എലാസ്റ്റിക് ടൈപ്പാണ്. സൈസ് വരുന്ന ലാർജ് സൈസാണ്, ലാർജ് ടു ലാർജ് അങ്ങനെയാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിലൊരു ലൈനിൽ ബീഡ്സ് പോയി, ഒരു 6 ആക്കിൽ ബീഡ്സ് പോയതില്ല, ഇപ്പം ഒരു ഇഷ്യൂ. പിന്നെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ത്രെഡ് പൊന്തി. പിന്നെ ഒരു ബ്ലാക്ക് ലൈൻ തന്നെയാണ്, വൈറ്റ് ലൈൻ അല്ല പാസ് ചെയ്തിട്ടുള്ള, ബ്ലാക്ക് തന്നെയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ബ്ലാക്ക് കളറൊക്കെ ചിലപ്പോൾ നരച്ച പോലെ തോന്നും. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. 945 ആണ് എൻ്റെ ശരിക്കും റേറ്റ്. ഒരു ഇഷ്യൂസ് കാരണം 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ലാർജ് സൈസാണ് കേട്ടോ. നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിപ്പം ഞാൻ ഇഷ്യൂസിനും ഇഷ്ടമായാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ